കൂടുതൽ നിന്ന് ചൊറിയാൻ എനിക്ക് പറ്റാത്തോണ്ട് മിണ്ടാതെ നിന്നു. ഇപ്പൊ തന്നെ ലേറ്റായി. കയ്യിൽ കിട്ടിയ ഒരു സെറ്റ് സാരി എടുത്തോണ്ട് ബാത്റൂമിൽ പോയി. എനിക്കാണെങ്കിൽ ഈ സാരിയൊക്കെ വാരി ചുറ്റാൻ അറിയില്ല. പണ്ട് അമ്മയുടെ സാരി എടുത്ത പ്ലേറ്റ് എടുക്കാതെ ചുറ്റിയെടുത്ത് ഒരടി നടന്നപ്പോൾ അതാ മൂക്കും കുത്തി ഭൂമിദേവിയെ വണങ്ങി. അനിയേട്ടം വന്ന് ഒരു വിധത്തിൽ വലിച്ചെടുത്തപ്പോൾ ദേണ്ട കറങ്ങുന്നു. ഏതാണ്ട് പാഞ്ചാലിയെ ദുശാസൻ സാരി കറക്കി നിർത്തിയ പോലെ ആയിരുന്നു. അന്നാ ശരിക്കും എനിക്ക് മനസ്സിലായത് വെറുതെ വാരി ചുറ്റലല്ല ഞെറിയൊക്കെ എടുക്കണമെന്ന്. പിന്നീട് ഒരു വക പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ എടുത്ത് തന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നെങ്ങനെ ഞാൻ ഉടുക്കും? ലക്ഷ്മിയെ വിളിക്കാമായിരുന്നു. അതെ, കേൾക്കുന്നുണ്ടോ? പുറത്ത് കടവുണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചു. അനക്കമൊന്നുമില്ല. പതിയെ ഡോർ തുറന്നു. സ്കേർട്ടും ബ്ലൗസും ഇട്ട് സാരി മടക്കോട് പുറത്ത് മറച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. നോക്കിയപ്പോൾ കടു അവിടെ ഒന്നും ഇല്ല. ഇങ്ങനെ പോയി. ഇനി ലക്ഷ്മിയെ വിളിക്കാനും പറ്റില്ല. കടയുടെ അമ്മയെ വിളിക്കാൻ പറയാമെന്ന് വെച്ചപ്പോൾ കടുവയെ കാണാനുമില്ല. അങ്ങനെ കോഴിയെപ്പോലെ നിന്ന് കറങ്ങിയപ്പോഴാണ് കടുവ കയറി വന്നത്. പെട്ടെന്ന് എനിക്കെന്തോ ചമ്മൽ തോന്നി. ഞാൻ ബെഡിൻ്റെ സൈഡിലേക്ക് മാറിയെന്നു. ഇന്നലെ ഏതാണ്ടയ്ക്ക് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. ഞാനായിട്ടെന്തിനാ അങ്ങർക്ക് വിളിച്ച് ബിരിയാണി കൊടുക്കുന്നത്? അന്യം നിന്ന് റോമു ആവാൻ അധിക സമയം വേണ്ടല്ലോ. എന്നെ ഒന്ന് പാളി നോക്കി അങ്ങേരി പുരികമോർത്ത് ചോദിച്ചു, നീ ഇനി റെഡി ആയില്ലേ? ഇനിയിപ്പോൾ എപ്പോൾ പോവാനാണ്? ഞാനാണെങ്കിൽ ഏതാണ്ടൊക്കെ പൂഴാവസ്ഥയിലായിപ്പോയി. ഇങ്ങനെ അങ്ങേരുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതിലുള്ള ജാള്യത ഒരു വശത്ത്, അമ്പലത്തിൽ പോകാൻ ലേറ്റാവുന്നത് മറുവശത്ത്. അതെനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. ഒന്ന് ലക്ഷ്മിയമ്മ വിളിക്കോ എന്ന് ഉടുപ്പിച്ച് തരാൻ. ആവശ്യം എൻ്റേതായി പോയില്ലേ? അങ്ങയുടെ മുന്നിൽ കുറച്ച് താഴെ തറയില്ല. ഇനിയിപ്പോൾ അമ്മ എപ്പോഴൊന്നും ഇങ്ങോട്ട് കയറി വരില്ല. അവിടെ ഇരിക്കുമ്പോൾ ആരും അവരങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യാറില്ല. കടുവ പറഞ്ഞ് ശരിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാരി മാറ്റി ചുരിദാറിടാം, അതാ നല്ലത്. അതും പറഞ്ഞ് തിരിഞ്ഞതും കടുവ അലറിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞതും ദേഹം മറച്ചിരുന്ന സാരി താഴെ വീണതും ഒരുമിച്ചായിരുന്നു. ഏതാണ്ടിപ്പോൾ ഫ്രീസായ അവസ്ഥ. മുന്നിലാണെങ്കിൽ കടുവ, താഴെ സാരി. പെട്ടെന്ന് സാരി എടുത്ത് ദേഹം മറച്ചു. നീ സാരി എടുത്ത് വന്നാൽ മതി, വേറെ വല ഇട്ടുകൊണ്ട് എൻ്റെ കൂടെ വരണ്ട. കാര്യം കണ്ണിച്ചോരില്ലാത്ത തെണ്ടി പറയുന്നത് കേട്ടില്ലേ? അറിയാത്ത കാര്യം ഞാനെങ്ങനെ ചെയ്യാനാ? എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. അപ്പോൾ വീണ്ടും അങ്ങേരെ മുഖത്ത് പുച്ഛം. പെണ്ണായ ഇതൊക്കെ അറിയണം. അതെങ്ങനെ അറിയാനാ? കെട്ടണവരെ ഡോറാ ബുർജിയും കണ്ട് തെങ്ങിലും മാവിലും കയറി നടന്ന ഇതൊക്കെ എങ്ങനെ അറിയാനാ? പൊന്ന കിളവൻ ഡാഷട്ടൻ പറയുന്ന കേട്ടില്ലേ? ഇങ്ങനെ കഴുത്തിൽ കത്തി വെച്ച് കെട്ടടെന്ന് ഞാൻ പറയിപ്പിച്ചു. കല്യാണം നടത്തിയ പോലെ അങ്ങനെ ഒന്നും പറയുന്നത്. നോക്കിയപ്പോൾ കടവ് താണ്ടേ അടുത്തോട്ട് വരുന്നു. ഈശ്വര, ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെ കേട്ടോ എന്തോ. സാരി ഇങ്ങോട്ട് എടുക്ക്. അത് പറഞ്ഞ് അങ്ങനെ കൈ നീട്ടി. നിങ്ങൾക്കെന്തിനാ സാരി? സത്യം പറ, എന്നെ ഇതിലിവിടെ കെട്ടിത്തൂക്കിയിടാനല്ലേ? പിന്നെ നിന്നെ കെട്ടിത്തൂക്കിയിട്ട് എനിക്ക് വയ്യ ജയിലിൽ പോയി കിടക്കാൻ. സാരി ഇങ്ങോട്ട് കിടക്കടി ഓടക്കാ കുരുവി, ഞാൻ ഉടുപ്പിച്ചു തരാം. ഞെട്ടി ഞാൻ വീണ്ടും ഞെട്ടി. അങ്ങനെയാണോ ഇത്? അയ്യോ, അത് വേണ്ട. അതിനേക്കാളും ഞാൻ സാരി എടുക്കാതിരിക്കുന്നത് നല്ലത്. എന്നാ അതിന് കാത്തു നിൽക്കാതെ അങ്ങേരിൻ്റെ മാറി നിന്നും സാരി വലിച്ചെടുത്തു. ഒരു നിമിഷം വിറച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്നു. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കടുവയുടെ മുന്നിൽ ഇങ്ങനെ. പെട്ടെന്ന് തന്നെ അങ്ങേരിൻ്റെ അരയിൽ സാരി തുമ്പ് ചുറ്റി. എന്തോ കടുവയുടെ കൈ പതിഞ്ഞപ്പോൾ തന്നെ ഉള്ളിലൊരു വിറയൽ. രണ്ട് കൈയും മാറിൽ പിണച്ചുകൊണ്ട് തിരിഞ്ഞാണ് എൻ്റെ നിൽപ്പ്. ഉടനെ കടുവ എന്നെ തിരിച്ചു നിർത്തി. കൈ രണ്ടും അപ്പോഴും മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിന്നു. കടുവയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ജാള്യത തോന്നി. അങ്ങനെ മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ ഞാനിതെല്ലാം കണ്ടതാ. സാരിയുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ കടുവ പറഞ്ഞു, എനിക്കാണെങ്കിൽ പോയി വല്ല കിണറ്റിൽ ചാടാൻ തോന്നി. ഒന്നാമത് ഇങ്ങനെ അങ്ങയുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ ഇന്നലെ ഉറക്കത്തിൽ അങ്ങനെയൊക്കെ കിടന്നുകൊണ്ട് അങ്ങനെ എല്ലാം കാണിച്ച മട്ടുണ്ട്. എനിക്ക് ആ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നി. എൻ്റെ അവസ്ഥ മനസ്സിലായിരുന്ന പോലെ കടുവ സാരിയുടെ പ്ലേറ്റ് എടുത്ത് തോളിലൂടെ ഇട്ട് തന്നു. എന്നിട്ട് പിൻകൊണ്ട് പിൻ ചെയ്തു. ഞാൻ ഏതോ ലോകത്തായി പോയി. ആ സമയമൊക്കെ അരയിൽ ഞെറിക്കൊണ്ട് ഉള്ളിലേക്ക് താഴ്ത്തുമ്പോൾ ഒരു മിന്നൽ പിറൽ ഉള്ളിലേക്ക് പാഞ്ഞു പോകുന്ന പോലെ തോന്നി. നെഞ്ചിടിപ്പൊക്കെ വല്ലാതെ ഉയരുന്ന പോലെ. കണ്ടിട്ട് അറിയാതെ എൻ്റെ വായിൽ നിന്നും ആ പേര് പുറത്തേക്ക് വന്നു. അവളിൽ ഓരോ മാറ്റങ്ങളും അവൾ പോലും അറിയാതെ ഒപ്പിയെടുക്കുമായിരുന്നു. ആ സമയമെല്ലാം അവളിലെ ആ വിളി കേൾക്കെ ഉള്ളിൽ തോന്നിയ വികാര വിചാരങ്ങളെ കടിഞ്ഞാനിട്ടുകൊണ്ട് അവൾക്ക് മനോഹരമായി സാരി ഉടിപ്പിച്ചുകൊണ്ട് അവളുടെ ആലില വയറിൽ അവൻ്റെ അതരങ്ങൾ പതിപ്പിച്ചു. അവൻ പിന്മാറി. അപ്പോഴും
അവളിൽ താൻ കാരണം പടർന്നു കയറിയ ചുവപ്പ് രാശി കാണുകയും അവൻ്റെ ഉള്ളും ഇടിക്കുന്നുണ്ടായിരുന്നു. അവളിൽ അലിഞ്ഞു ചേരാൻ. പക്ഷേ വികാരങ്ങൾക്ക് മേൽ വിവേകം സ്ഥാനമുറപ്പിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടവൻ പിന്മാറി. കഴിഞ്ഞു, ഇനി റെഡിയാവും, ഞാൻ താഴെ ഉണ്ടാവും. എന്നാൽ തിരിഞ്ഞു നിന്ന് ഡെസ്കിൻ ടാബിലിരുന്ന സിന്ദൂരച്ചെപ്പിൽ നിന്ന് ഒരു നുള്ള് സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി അവൻ അകന്നു മാറി. ഇനി ഇത് നീ മറന്നു പോകണ്ട, അത് പറഞ്ഞ് അവൻ താഴേക്ക് പോയി. അപ്പോഴും അവൾ തനിച്ചു നിൽക്കുമായിരുന്നു. അവൻ നൽകിയ ചുംബനത്തിന്റെ തീവ്രതയിൽ അവളുടെ ശരീരം മുഴുവൻ വിറച്ചുപോയി. അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞു അവർ നേരെ വീട്ടിലേക്ക് പോയി. കാറിലിരുന്നപ്പോഴെല്ലാം അനുവിന്റെ യാഷിന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ജാളിയതായിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ യാഷിന്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. പാണ്ടിപ്പടയിലെ സലീം കുമാറിനെ പോലെ ആണ് ഇപ്പോൾ അനുവിന്റെ അവസ്ഥ. ഇത്രയ്ക്ക് കാഴ്ച കാണാൻ എന്താണ് ഉള്ളത്? ഇങ്ങനെ ഓരോ ആംഗിളിൽ നോക്കിയിരുന്ന ഒടുക്കം മീശമാധവല്ലേ പെടലിയാകേണ്ടി വരും. യാഷ് അനുവിനെ കളിയാക്കിയതും അവൾ പെട്ടെന്ന് തലവെട്ടിച്ചു. എന്റെ അമ്മ, എന്റെ കഴുത്തിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ട് അവൾ വേദന കൊണ്ട് വിളിച്ചു. ഉടനെ യാഷ് കാർ സൈഡിൽ ഒതുക്കി. നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. തൻ്റെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അവൻ അവൾക്കടുത്തേക്ക് ആഞ്ഞു. കഴുത്തിലേക്ക് നോക്കി. നന്നായി ഉളുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് കഴുത്ത് വെട്ടിച്ചത് കൊണ്ടാണ് ഉളുക്കി വീണെന്ന് അവന് മനസ്സിലായി. അമ്മ, എൻ്റെ കഴുത്ത് വേദനിക്കുന്നു. കാലമാണ, താൻ പറഞ്ഞ പോലെ ഞാൻ പെടലിയായല്ലോ. ഒരു സർവീൽ കോളർ കൂടി വാങ്ങിക്കാട്ടു. തൻ്റെ ആഗ്രഹം അത് നടക്കട്ടെ. വേദന എടുക്കുന്നതിലും നാക്കിനൊരു കുഴപ്പമില്ലല്ലോടി നിനക്ക്. താൻ പോടൂ. മോശയുടെ ചാവാൻ പോകുമ്പോഴാ ആ നേരത്തെ അങ്ങനെ കയറി ചൊറിയാൻ വരുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. നാളെ എനിക്ക് പാലയുടെ കുട്ടി സദ്യ കഴിക്കാനുള്ളതാ. ഇതെന്ത് ജീവി? വേദന കൊണ്ട് പൊളഞ്ഞാൻ തേറ്റെന്ന വിചാരം മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ എങ്ങനെ സഹിക്കും ദൈവമേ? അവൻ പതിയെ കഴുത്തിൽ നിന്നും അവളുടെ കൈകൾ പിൻവലിച്ചു. എന്നിട്ട് അവളുടെ മുഖം പതിയെ രണ്ട് കവിളും കൈകൾ വെച്ച് ഇടത്തോട്ട് വെട്ടിച്ചു. വേദനയിൽ അവൾ തന്റെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇനി പതിയെ കഴുത്ത് തിരിച്ചു നോക്ക്. അവൻ തന്റെ കൈകൾ അവളുടെ കഴുത്തിൽ നിന്ന് ചുമലിലേക്ക് വെച്ചു. അവൾ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് തിരിച്ചു നോക്കി. പഴുതുപോലെ തിരിക്കാൻ പറ്റുന്നുണ്ട്. വേദനയിൽ അവളുടെ കൈകൾ ഒന്നുകൂടി അവൽ മുറുകി. വേദന ഉണ്ടെപ്പോഴും അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. പതിയെ അവൻ അവൾക്കരികിലേക്ക് മുഖം അടുപ്പിച്ചു. അപ്പോഴും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു. അവളുടെ വേദനയുള്ള ഭാഗത്ത് അവൻ തൻ്റെ ആദരങ്ങൾ പതിപ്പിച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ആ ഭാഗത്ത് അവൻ തൻ്റെ ആദരങ്ങൾ പതിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പ് അവളുടെ വേദനയെ അകറ്റി നിർത്തി. അവസാനം അവിടെ തൻ്റെ ദന്തങ്ങൾ കൊണ്ട് ചെറുതായി കടിച്ചു. വേദനിക്കുന്നു. അവൾ നിന്നും അപൂർണമായി കേൾക്കുന്ന വാക്കുകൾ കേട്ട് അവൻ പതിയെ പിന്മാറി. തൻ്റെ ചുംബന തീവ്രതയിൽ കണ്ണുകൾ കൂമ്പി അടച്ചിരിക്കുന്ന അവളെ അവൻ നോക്കിയിരുന്നു. അനു. അവൻ്റെ വാത്സല്യപൂർണമായ വിളിയിൽ അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു തുടങ്ങി. അനു, എനിക്കറിയാം നമ്മൾ വിവാഹം കഴിച്ച സാഹചര്യം എന്താണെന്ന്. നീ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു കുടുംബജീവിതത്തിൽ കടന്നത് എന്നെനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്നെങ്കിലും ഒരിക്കൽ ഈ ജീവിതത്തെ നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നീ എൻ്റെ ഭാര്യയാണ് അനു. ഞാൻ നിൻ്റെ ഭർത്താവും. വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ മനസ്സുകൊണ്ട് എന്നെ അംഗീകരിക്കുന്ന അന്ന് മാത്രമേ ഞാനും നീയും ഒന്നാകൂ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ഞാനൊന്ന് ചുംബിച്ചെന്ന് കരുതി എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കൊരു മടിയും വേണ്ട, മനസ്സിലായോ? ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നമ്മൾ തമ്മിൽ? ഇപ്പോഴെങ്ങനെ നെർവസായാൽ നാളെ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ നീ എങ്ങനെ മുലയൂട്ടി വളർത്തും? നിനക്ക് 21 വയസ്സായാനു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവില്ല. മരണം വരെ ഈ ആഷിൻ്റെ തലയുടെ അവകാശി അനിക മാത്രമായിരിക്കും. അഗ്നിസാക്ഷിയായി നിന്നെ ഞാൻ എൻ്റെ പാതിയാക്കിയത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാ. നീ എന്തെങ്കിലും നിന്റെ ഭർത്താവായി എന്നെ അംഗീകരിക്കുന്ന ദിവസം മാത്രമേ നിന്നെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വന്തമാക്കുവാനും. അവൻ്റെ വാക്കുകൾ അവളുടെ ചെവികളിൽ തരംഗം സൃഷ്ടിച്ചു. ഇത്രയും നന്നായി ഇനി ആർക്കാണ് പറഞ്ഞു തരാൻ കഴിയുക? അതെ, ഏട്ടൻ പറയുന്നതെല്ലാം ശരിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വിവാഹം കഴിക്കേണ്ടി വന്നത്. പക്ഷെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ മനസ്സിൽ എന്നോട് എന്താണ് ഉള്ളത്? എന്നെ ഭാര്യയായി ജീവൻ്റെ പാതിയായി അംഗീകരിച്ച് കഴിഞ്ഞു. പക്ഷെ ഞാനോ
അദ്ദേഹം പറഞ്ഞ പോലെ ഇനിയും എനിക്ക് സമയം വേണം. അനു ഇപ്പൊ വേദന കണ്ട് ഹോസ്റ്റലിൽ പോകണോ? തന്റെ ചിന്തകൾക്ക് വിരാമിട്ടുകൊണ്ട് യാഷിന്റെ വാക്കുകൾ അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. ഇല്ല, വേദന കുറവുണ്ട്, വീട്ടിൽ പോയാൽ മതി. ജെല്ലിടുമ്പോൾ വേദന കുറയും. അവൻ നേരെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. അവളും സീറ്റ് ബെൽറ്റ് ഇട്ട് നേരെ ഇരുന്നു. അവർ നേരെ വീട്ടിലേക്ക് പോയി. ഇത് നേരത്താണ് എന്തോ കഴിവിടെ തൊള്ള തുറപ്പിൽ തിരിഞ്ഞു നോക്കാൻ തോന്നിയത്. ഓ, മനുഷ്യന്റെ കഴുത്തൊടങ്ങിയ തോന്നേ. ഓരോന്ന് പുലമ്പിക്കൊണ്ട് അവൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് യാഷ് അങ്ങോട്ട് കയറി വന്നത്. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ കണ്ട് അവന് ചിരി വന്നു. കഴുത്തിലൊരു കൈ കൊണ്ട് പിടിച്ചിട്ടു. എന്താടി നീ കൂട്ടിലിട്ട വെരികിനെ പോലെ നടക്കുന്നത്? നിന്റെ കഴുത്തിന്റെ വേദന കുറഞ്ഞോ? കള്ള വടുവ, മനുഷ്യന്റെ കഴുത്തൊടിച്ച് പറയുന്ന കേട്ടില്ലേ? കൂട്ടിലിട്ട് വരികയാണ് പോലും. വരിക തന്നെ മറ്റവളാടോ ഡാഷ്. ഷടാ, അത് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനല്ലേ? നീ എന്താടി സ്വപ്നജീവി ഇതെന്ന് ആലോചിക്കുന്നത്? നിന്റെ കഴുത്തിനല്ലേ പ്രശ്നം, അല്ല തലക്കല്ലല്ലോ. ആ, നേരത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു വയ്യാവിലെ തലയിൽ കയറിയ ശേഷം ഓരോ പണിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. എന്റെ വിധി. ഒന്ന് ആത്മിച്ച് പറഞ്ഞതാണെങ്കിലും കേൾക്കേണ്ട ആൾ തന്നെ വ്യക്തമായി കേട്ടു. പല്ല് കടിക്കാണ്, മുഷ്ടി ചുരുട്ടുന്നു. അയ്യോ, അങ്ങേരെ അമ്പിൽ നിന്ന് അന്യനായി. ആരെവിടെ? എന്നെ പൊതിയാനുള്ള വെള്ളത്തുണി എടുത്തോളൂ. ഒന്ന് കണ്ണു തുടച്ച് തുറന്നപ്പോഴേക്കും അങ്ങയുടെ കൈ എൻ്റെ കഴുത്തിൽ വന്നു. അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാൻ ഒന്നും പറയൂല. എന്നാൽ കഴുത്തിൽ ഒരു തലോടൽ അറിഞ്ഞാണ് ഞാൻ കണ്ണു തുറന്നത്. വേദന ഉണ്ട് ഇപ്പോഴും. അതെങ്ങനെ പറഞ്ഞനുസരിക്കില്ലോ. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കില്ല. ഷടാ, ഇങ്ങനെ ശരിക്കേത് അവതാരം. കണ്ണടച്ച് തുറക്കുമ്പോൾ നിറം മാറുന്നു. ഇനി കടുവ വല്ലതും ഒന്നിര ജന്മമാണോ? ഡീ, നിന്നോടല്ലേ ചോദിച്ചത്? കടുവ ഓൺ ദ ഫയർ. ഏയ് കുഴപ്പമില്ല ഡാഷ്. അല്ല കണ്ണേട്ടാ, മനസ്സിൽ തോന്നിയത് വിളിച്ചാ ഞാനിപ്പോൾ പടമാകും. ഇവിടെ വന്നിരിക്കുക, ബെഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പതിയെ അവിടെ പോയിരുന്നു. കണ്ണേട്ട അപ്പോൾ കബോർഡ് തുറന്ന് ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്ന് ഒരു ഓയിൻമെൻ്റ് എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ശേഷം ഓയിൻമെൻ്റ് എടുത്ത് പതിയെ താലി പിന്നിലേക്ക് നീക്കിയതും ശേഷം അവിടെ പുരട്ടി തന്നു. ശരിക്കും അപ്പോഴത്തെ ഫീൽ എന്തായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇനി കിടന്നുറങ്ങിക്കോ, വേദന കുറയും. ഞാനൊന്നും മിണ്ടാതെ ഒരു സൈഡിൽ കയറി കിടന്നു. ഇന്നലത്തെ പോലെ ബാണ്ടറുണ്ടാക്കി അങ്ങേറി കയറി കിടന്നു. എന്നെ കയറി കിസ്സടിക്കാം, അടുത്ത് കയറി കിടക്കാൻ പേടി. ഇങ്ങേരുത് എന്ത് ജന്മം.